ഇനി പെർസെന്റേജുകളുടെയും വോട്ട് ഷെയറിന്റെയും മാത്രം കണക്കെടുക്കുന്ന പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കാൻ പോകുന്ന പാർട്ടിയാണ് എന്ന സന്ദേശമാണ് 2025 സന്ദേശമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2025 കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള ചൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. അതിനാണ് അഭിനന്ദനങ്ങൾ എന്നാണ് ശ്രീ നരേന്ദ്രമോദി ശ്രീ രാജീവ് ചന്ദ്രശേഖറിനോട് പറഞ്ഞത്. ബിജെപി ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് വികസിത കേരളം, ജയ് ജയ് വികസിത കേരളം, ജയ് ജയ് സുരക്ഷിത കേരളം, ജയ് ജയ് സുരക്ഷിത കേരളം, ബോലോ ഭാരത് മാതാ കേ. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായിട്ടുള്ള നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രവർത്തനത്തിലെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ സാക്ഷ്യം കുറിക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ഈ ദിനം. ഈ സുദിനം കേരളത്തിലെ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വിജയിച്ച NDAയുടെ പിന്തുണയോടുകൂടി NDA ഘടകകക്ഷി എന്ന നിലയിൽ താമര ചിഹ്നത്തിൽ വിജയിച്ച BJPയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനമാണ്. ഈ സമ്മേളനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 2000-ൽ പരം വരുന്ന ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ അവർക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമൊരുക്കി അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ ഒരുമിച്ച് കൂടുന്ന സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരും, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി ഉൾപ്പെടെയുള്ള എല്ലാവരും സന്നിഹിതരാണ്. ഈ സമ്മേളനം അനന്തപുരിയിൽ വെച്ച് നടക്കുന്നതിന്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ പിന്നിട്ട 70 ആണ്ടുകൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണ ചരിത്രത്തിൻ്റെതായിരുന്നു. ആ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണ ചരിത്രത്തിന് അന്ത്യകൂദാശ ചെയ്യാനുള്ള ഒരു തുടക്കം കുറിച്ച മണ്ണാണ് അനന്തപത്മനാഭന്റെ തിരുസന്നിധിയായിട്ടുള്ള ഈ തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ വലിയ ഒരു വിജയരഥം ആരംഭിച്ചിരിക്കുകയാണ്. ആ വിജയരഥം തിരുവനന്തപുരത്തുനിന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേവലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് കരഗതമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ നിന്നുള്ള ഈ മുന്നേറ്റത്തിന് നമുക്ക് ശക്തി പകരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 മാസക്കാലമായി കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെ നിതാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചത്. ഇന്ന് വിജയിച്ചു വന്നിരിക്കുന്ന പ്രവർത്തകരെ പോലെ തന്നെ വിജയത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച് തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ച ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 90% വരുന്ന പ്രദേശങ്ങളിലും താമര ചിഹ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് മത്സരിച്ച 20,000-ൽ പരം വരുന്ന സഹപ്രവർത്തകരുടെ ആ പ്രസ്ഥാനത്തിനോടുള്ള പ്രതിബദ്ധത അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ആ 20,000-ൽ പരം വരുന്ന പ്രവർത്തകരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ ആ പരിശ്രമത്തെയും നമ്മൾ അങ്ങേയറ്റം ആദരപൂർവം ഈ വേദിയിൽ വെച്ച് ഓർക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു ദശാബ്ദങ്ങളായിട്ട് തുടരുന്ന അനസ്യൂതമായിട്ടുള്ള ഒരു ആദർശത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ O രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ വേദിയിലുണ്ട്. ഈ അനസ്യൂതമായിട്ടുള്ള ആദർശത്തിന്റെ പ്രവാഹത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഈ കേരളത്തിന്റെ അധികാരം നേടുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. ആ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അധികാരത്തിന്റെ അടുക്കെത്തുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചു ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനും
അതോടൊപ്പം തന്നെ ചില രാജ്യദ്രോഹ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ ചെറുക്കാനും തടയാനും പരിശ്രമിച്ചിട്ടുള്ള ചരിത്രവും നമ്മുടെ മുന്നേറ്റത്തിൽ നമുക്ക് വിഘാതമായിട്ട് നിന്ന ചരിത്രമാണ്, ഇന്നലെയുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെ മുഴുവൻ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മഹാനഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ വെണ്ണിക്കൊടി പാറിപ്പിച്ചത്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും പാലക്കാട്ടും രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ ആത്മാഭിമാനത്തോടുകൂടി, അതോടൊപ്പം തന്നെ ഭരണ മികവിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വികസിത കേരളം എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻനിരയിൽ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, 30 ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളായിട്ട് നമുക്ക് മാറിയിരിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും തിരുവനന്തപുരം നഗരസഭയും കാണിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇനി പെർസെന്റേജുകളുടെയും വോട്ട് ഷെയറിന്റെയും മാത്രം കണക്കെടുക്കുന്ന പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കാൻ പോകുന്ന പാർട്ടിയാണ് എന്ന സന്ദേശമാണ് 2025 സന്ദേശമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കുന്ന പാർട്ടി എന്ന സന്ദേശമാണ്. 1987 ശ്രീ നരേന്ദ്രമോദിജി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2025 ഡിസംബർ മാസം 13 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ എന്നുള്ള വാക്ക് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് 1987 ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തുകൊണ്ടാണ് ഗുജറാത്തിന്റെ ജൈത്രയാത്രയ്ക്ക് ഞങ്ങൾ ആരംഭം കുറിച്ചത്. അതുപോലെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ, നിങ്ങൾ 2025 കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. അതിനാണ് അഭിനന്ദനങ്ങൾ എന്നാണ് ശ്രീ നരേന്ദ്രമോദി ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞത്. അദ്ദേഹത്തിന് നൽകിയ അഭിനന്ദനങ്ങൾ കേവലം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയ അഭിനന്ദനമല്ല, അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ അഭിനന്ദനമാണ്, അഭിവാദ്യങ്ങളാണ്, ആശംസകളാണ്. അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, ജീവൻ നൽകിയും ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച നമ്മുടെ വീരരായിട്ടുള്ള ബലിദാനികൾ, അവർ സ്വപ്നം കണ്ടതിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1987 അഹമ്മദാബാദിൽ എന്താണോ സംഭവിച്ചത്, അതിനുശേഷം എന്താണോ ഗുജറാത്തിലുണ്ടായത്, അത് തന്നെയാണ് 2025 തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് പാലക്കാട്ടുണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് 30 ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണോ അതിനുശേഷം ഗുജറാത്തിൽ സംഭവിച്ചത്, അത് തന്നെയാണ് 2026 മുതൽ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഇടതും വലതും കയ്യിൽ വെച്ചിരിക്കുന്ന സർവാധികാരങ്ങളും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേരളത്തിൽ നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം.